ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനെ തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഇന്ന് ഏപ്രിൽ 25 വെള്ളിയാഴ്ച തിയേറ്ററിലെടുത്ത് ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് തുടരും. ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയത് KR സുനിൽ, സംവിധായകനായ തരുൺമൂർത്തി എന്നിവർ ചേർന്നാണ്. ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ, ശോഭന എന്നിവർ ഒരുമിച്ച ഈ സിനിമയിൽ ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആഷ ചാന്ദിനി ബൈജു, തോമസ് മാത്യു, പ്രകാശ് വർമ്മ, കൃഷ്ണപ്രഭ, അരവിന്ദ് എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. സമീപകാലത്ത് തിയേറ്ററിലെത്തി വമ്പൻ തിരക്കമായി മാറിയ മോഹൻലാൽ ചിത്രമായ എമ്പുരാന് ശേഷം കൃത്യമായും അടുത്ത ബ്ലോക്ക് ബസ്റ്റർ വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് തുടരും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തോടെ ബുക്ക് മൈ ഷോ കത്തുന്ന അവസ്ഥയാണ് നിലവിൽ സംജാതമായിട്ടുള്ളത്. സിനിമ തിയേറ്ററിലെത്തിയ ശേഷം മണിക്കൂറിൽ എമ്പുരാൻ സിനിമ നേടിയെടുത്തത് 28,000 ടിക്കറ്റുകളായിരുന്നുവെങ്കിൽ തുടരും എന്ന സിനിമ ആദ്യ മണിക്കൂറിൽ 8,000 ടിക്കറ്റും രണ്ടാമത്തെ മണിക്കൂറിൽ 10,000 ടിക്കറ്റും പിന്നീട് മണിക്കൂറിൽ 15,000, 20,000, 25,000, 30,000 ഏറ്റവും കൂടുതൽ 35,600 ടിക്കറ്റുകൾ വരെ വിൽക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു. നിലവിൽ ഈ രാത്രിയിൽ 33,000 ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ബുക്ക് മൈ ഷോ കത്തിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് മാത്രം കേരളത്തിൽ പ്രദർശനം ആരംഭിച്ച ഈ സിനിമ രാത്രി എക്സ്ട്രാ ഷോകൾ, നൈറ്റ് ഷോകൾ ഉൾപ്പെടെ ഒട്ടനവധി ഷോകളാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ആദ്യ ദിവസമായ ഇന്ന് കേരളത്തിൽ കളക്ട് ചെയ്തിരുന്നത് ഏകദേശം 2,33,00,000 രൂപയായിരുന്നു. നിലവിൽ പുറത്തുവരുന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഓപ്പണിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 5-5.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അതേസമയം നാളെ ശനിയാഴ്ചയിലെ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുമ്പോൾ ഏകദേശം 2 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇപ്പോൾ തന്നെ നേടിയെടുത്തിട്ടുണ്ട്. ഞായറാഴ്ചയിലെ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഏകദേശം 1.5 കോടിക്ക് മുകളിൽ ബുക്കിംഗ് നിലവിൽ നേടിയെടുത്തിട്ടുമുണ്ട്. ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ GCCയിലും UAEയിലും ഒക്കെ തീപാറുന്ന കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് നാളെയാണ് തിയേറ്ററിലെത്തുന്നതെങ്കിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും മികച്ച കളക്ഷൻ, അതായത് കർണാടകയിലൊക്കെ മികച്ച കളക്ഷനാണ് ഈ സിനിമ ആദ്യ ദിവസം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. സിനിമ ആദ്യ ദിവസം കേരള, റെസ്റ്റ് ഓഫ് ഇന്ത്യ, GCC ഓവർസീസ് കളക്ഷനായി 12 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിട്ടുള്ളത്. വമ്പം ബഡ്ജറ്റ് ഇല്ലാതെ, പാൻ ഇന്ത്യൻ റിലീസ് ഇല്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഫാമിലി എന്റർടൈനർ സിനിമയെ തിയേറ്ററിലെത്തിയ തുടരും എന്ന സിനിമ കേരളത്തിൽ എമ്പുരാൻ നേടിയെടുത്ത കളക്ഷൻ റിപ്പോർട്ട് മറികടക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. വിഷു റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ആലപ്പുഴ ജിംഖാന. നസ്രിയൻ നായകനായി ഖാലിദ് റഹ്മാൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ 15 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 35 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 30-35 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ആദ്യ 16 ദിവസം കൊണ്ട് 35 കോടി 40 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 61 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. വിഷു റിലീസ് ചിത്രങ്ങളിൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന മറ്റൊരു സിനിമ മരണമാസാണ്. ബേസിൽ ജോസഫ് നായകനെയും നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 15 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 12 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്യുന്നത്. നിലവിൽ ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 10 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 16 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 12 കോടി 10 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം മരണമാസ് ആദ്യ 16 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 20 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വിഷു റിലീസ് ചിത്രങ്ങളിൽ ജിംഖാനയ്ക്ക് ശേഷം ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുക്കുന്ന രണ്ടാമത്തെ സിനിമയായി മരണമാസം മാറിയിരിക്കുകയാണ്. അജിത്ത് നായകനെ അദിക് രവീന്ദ്രൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെ ഗുഡ്ബാഡ് അഗളിയുടെ ആദ്യ 15 ദിവസത്തെ വിശദമായ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാക്കിനിക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് 143 കോടി 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ആദ്യ 15 ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 145 കോടി 90 ലക്ഷം രൂപയും 15 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 171 കോടി 65 ലക്ഷം രൂപയുമാണ്. വിദേശ കളക്ഷനായി 65 കോടി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 236 കോടി 65 ലക്ഷം രൂപയാണ് സാക്കിനിക്ക് നൽകുന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 15 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ആനിമേഷൻ ആൻഡ് ലൈവ് ആക്ഷൻ 3D ചിത്രം തിയേറ്ററിലെത്താൻ ഇനി 7 ദിവസം മാത്രം. മാത്യു തോമസ് നായകനായി ദിലീഷ് കരുണാകരൻ തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ മെയ് 2-നാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ആഷിഖ് കപൂർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ഈ സിനിമയുടെ എഡിറ്റിംഗ് കിരൺ ദാസ് ആണ്. വിഷ്ണു വിജയാണ് ഈ സിനിമയ്ക്ക് സംഗീതം പകർന്നിരിക്കുന്നത്. ഈ വരുന്ന മെയ് 9 റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു മെഡിക്കൽ ത്രില്ലർ സിനിമയാണ് ആസാദി. ശ്രീനാഥ് ബാസി, രവീണ രവി, സൈജു കുറുപ്പ് എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിക്കുന്ന ഈ സിനിമ ജോ ജോർജാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സനീഷ് സ്റ്റാൻലിയാണ്. നൗഫൽ അബ്ദുള്ള എഡിറ്റിംഗും വരുൺ ഉണ്ണി സംഗീതവും പറഞ്ഞിരിക്കുന്നു. തുടരും എന്ന സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.